സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി വീട്ടിലേക്ക് വരുവാണ്. അച്ഛനും രേവതിയും എന്നെ വിശ്വസിക്കും, ഈ ലോകം മുഴുവൻ എന്നെ കുറ്റം പറഞ്ഞാലും അവരെന്നെ വിശ്വസിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് സച്ചി വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും മിണ്ടാൻ നിൽക്കുകയാണ്. എല്ലാവരും വീടിൻ്റെ വരാന്തയിൽ തന്നെയുണ്ട്. അപ്പോൾ സച്ചി പറയുന്നു, അച്ഛൻ ഇന്നത്തെ ഒരു ദിവസം കൊള്ളില്ലാത്തൊരു ദിവസമായിരുന്നു. ഈ ലോകം മുഴുവൻ എല്ലാവരും എന്നെക്കുറിച്ച് ഇങ്ങനെ തെറ്റായിട്ട് രീതിയിൽ കണ്ടു അച്ഛൻ, ഇങ്ങനെ എല്ലാവരും എന്നെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുകയാണ്. അച്ഛൻ ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ടുള്ളൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചി ഇങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ ഇങ്ങനെ മിണ്ടാൻ നിൽക്കും. അപ്പോഴത്തേക്കും അവരുടെ അമ്മ പറയുന്നുണ്ട്, നീ കഴിച്ചിട്ടല്ലേടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവരെല്ലാവരോടും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധിയും വന്നേച്ച് പറയുന്നുണ്ട്, നീ പണ്ട് ഞാൻ പാർക്കിൽ ഇവിടെ കിടന്നുറങ്ങിയ ഒരു വീഡിയോ എടുത്ത് ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ നിൻ്റെ വീഡിയോ ഞാനിവിടെ ടി വിയിലിട്ട് എല്ലാവരെയും കാണിക്കുമായിരുന്നടാ എന്നൊക്കെ പറയും. ഞാൻ സത്യം ഞാൻ കഴിച്ചിട്ടല്ല കഴിച്ചത്, മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സുധി പറയും, നീ ശരി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറയും. നിങ്ങൾ നോക്ക്, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് സുധിയുടെ നേരെ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. അപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ പറയും, നീ മിണ്ടാതിരിക്കാൻ പറയുകയാണ്. അപ്പോൾ അച്ഛൻ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരുടെ അച്ഛൻ്റെ അടുത്തിട്ട് ഇങ്ങനെ ചെല്ലുവാണ്. അപ്പോൾ അവരുടെ അച്ഛൻ പറയുന്നുണ്ട്, മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് നല്ല ജോലി വേണമെന്നില്ല, നല്ല സൽപ്പേരോടൊരു മനുഷ്യനായി ജീവിച്ചാൽ മതിയെന്ന് മാത്രമേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. സമാധാനത്തോടെ വയസ്സാം കാലത്ത് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം, അതൊന്നും നടത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും ഞാനങ്ങനെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ അച്ഛന് ദേഷ്യം വന്നിട്ട് ഇവനെ തല്ലാൻ തുടങ്ങുവാണ്. അപ്പോഴത്തേക്കും ഇവനെ തല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും രേവതി അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ അങ്ങനെ തല്ലാൻ വേണ്ടി ഓങ്ങി കൈ ഇങ്ങനെ താത്തുവാണ്. അപ്പോൾ അവരുടെ അമ്മ ചോദിക്കും, എന്തി നിങ്ങൾ കൈ ഓങ്ങിയിട്ട് അവനെ തല്ലാത്ത, നിങ്ങൾ തല്ലെന്ന് പറയും. അപ്പോഴത്തേക്കും നിങ്ങൾ അവനെ തല്ലെന്നൊക്കെ പറയും, നിങ്ങൾ തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പം അവനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുതെന്നല്ലേ അച്ഛൻ പറയുന്നത്. അച്ഛൻ എന്നെ തല്ലെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൈ പിടിച്ച് അവൻ്റെ മുഖത്തിൻ്റെ തന്നെ ഇങ്ങനെ തല്ലിക്കുവാണ്. അപ്പോഴത്തേക്കും അവൻ ഇങ്ങനെ തല്ലിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ വേഗം കൈ പിടിച്ചിട്ട് പറയും, നീ എൻ്റെ അടുത്തുനിന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛൻ അങ്ങോട്ട് മാറി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അടുത്ത് വന്ന് വെച്ച് പറയും, രേവതി ഞാൻ പറയുന്നത് നീയെങ്കിലും വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് രേവതിയോട് പറയണം. അപ്പോൾ രേവതിയുടെ കൈ വെച്ച് പിടിക്കുന്ന രേവതിയും കൈ തട്ടി മാറ്റുവാണ്. രേവതി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരച്ചിലാണ്. പിന്നെ അവരുടെ അമ്മ വന്നിച്ച് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആവാൻ കാരണം നിൻ്റെ ഭാര്യ കൂടിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അമ്മയും എല്ലാവരും ഇങ്ങനെ സച്ചിനെ കുറ്റം പറയാണ്. ശ്രുതിക്കും കിട്ടിയ അവസരമാണ്. ശ്രുതി പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ വന്നില്ലേ, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതിരുന്നല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ, അപ്പം നീ ഭയങ്കര ന്യായത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ, സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തായിടാ അന്ന് നിൻ്റെ ഏട്ടനെ നീ ബഹുമാനിച്ചിട്ട് പോലുമില്ല. ഈ ഏട്ടൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന കാറ് നീ മറ്റൊരാൾക്ക് മറിച്ച് വിട്ടിട്ട് ആ കിട്ടിയ പൈസയുടെ ലാഭത്തിലല്ലടാ നീ മദ്യപിച്ചിട്ട് വന്നേന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി പറയും, നീ ഇങ്ങനെ ഈ ലോകം മുഴുവൻ എല്ലാവരുടെയും മുന്നേ നാണം കെട്ട് നിൽക്കുന്നത് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, ഇനി നീ ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടാൻ വരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂടി ഇങ്ങനെ സച്ചിയോട് പറയുകയാണ്. അപ്പോഴത്തേക്ക് അവരുടെ അച്ഛൻ പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കുറ്റം പറയും, ലോകം മുഴുവൻ നീ കാരണമല്ലേടാ ഞാൻ നാണം കെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി പറയും, ഇവനൊന്നും കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയും, ഇനി അതിവിടെ പറയേണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്, നീ അതിലും വലിയ നാണക്കേടല്ലേടാ ഈ കുടുംബത്തിന് വരുത്തിയെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്നിട്ട് എല്ലാവരും അങ്ങ് അകത്തേക്കൊക്കെ എന്നിട്ട് ശ്രുതിയോട് പറയും, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് അകത്തേക്ക് കയറി പോകണം. അവരുടെ അച്ഛനും കയറി പോകുന്നുണ്ട്. അതിനുശേഷം വന്നിട്ട് ശ്രീകാന്തം നിൽപ്പുണ്ട്. അപ്പോൾ ശ്രീകാന്തിനോട് പറയും, ശ്രീകാന്ത് ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം, ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ പറയും, ഏട്ടാ എല്ലാവരും മദ്യപിക്കും, പക്ഷേ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് മദ്യപിച്ച് ഇങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ പ്രശ്നമാണ്, ചേട്ടൻ അതൊന്ന് അറിഞ്ഞ് പെരുമാറിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ശ്രീകാന്തും അങ്ങ് പോവുകയാണ്. അങ്ങനെ അപ്പോൾ അവരുടെ അമ്മ പറയും, നീ രണ്ടിനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നുകൂടെ, രണ്ടും കൂടി ഇവിടെ ഉള്ളത് കാരണം ഈ വീടിനൊരു സമാധാനവും ഇല്ല, നിൻ്റെ ഭാര്യ നിന്നേക്കായി കഷ്ടമാണ്, നിൻ്റെ ഭാര്യ കാരണമാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് രേവതിനെ കുറേ കുറ്റം പറയുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെയൊക്കെ എന്നിട്ട് രണ്ടിനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട് ഇവരുടെ അമ്മ. എന്നിട്ട് ഇവരുടെ അമ്മ അങ്ങോട്ടേക്ക് കയറിപ്പോടാണ്. അത് കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് രേവതി ഓടി അങ്ങ് പോകും കേട്ടോ. അപ്പോഴത്തേക്കും പറയും, കണ്ടോ അവൾ പോകുന്നത് കണ്ടോ, അവൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അതാന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കുറേ കുറ്റം പറയുന്നുണ്ട്. അതിനുശേഷം രേവതിയുടെ അടുത്ത് നിന്നേച്ച് പറയുന്നുണ്ട്, രേവതി ഞാൻ പറയുന്ന ഒന്നും നീ വിശ്വസിക്കും, ഞാൻ കഴിച്ചിട്ടില്ല രേവതി, ഞാൻ പറയുന്നത് സത്യമെന്ന് പറയും. അപ്പോൾ നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, നിങ്ങളെ ഞാൻ സ്വപ്നം കണ്ടത് ഇങ്ങനെയൊന്നും അല്ല, നീ മദ്യപിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതല്ലേ, എന്നിട്ട് നിങ്ങൾ നന്നായി, എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം നിർത്തിയില്ലല്ലേ, നിങ്ങളൊക്കെ ഈ മദ്യപാനം നിങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ രേവതിയോട് പറയണം. രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന രേവതി തന്നെയാണ് കാണിക്കുന്നത്.
നിങ്ങൾ കാരണം ഞാൻ എൻ്റെ വീട്ടിലും ഈ വീട്ടിലും നാണം കെട്ട് നിൽക്കുക, എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ട് നിൽക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പറയും രേവതി ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കും, ഞാൻ മാറിപ്പോയി എന്ന് പറഞ്ഞത് അതിനു വേണ്ടിയല്ല. ഞാൻ അതിന് മുന്നേ അവൻ പറയുന്നുണ്ട്, എല്ലാവരുടെയും അടുത്ത് പറയുന്നുണ്ട് ഞാനിങ്ങനെ കഴിച്ചൊന്നുമല്ല, ഇങ്ങനെ ഒരു ബാറിൽ പോയതായിരുന്നു, ഇങ്ങനെ ഒരു ഓട്ടം വിളിച്ചു, അവരിങ്ങനെയൊക്കെ താമസിച്ചുകൊണ്ടാണ് ഞാൻ അവരെ നോക്കാൻ പോയതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് വീഡിയോ സഹിതം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ പറയുന്നു നീ കാണിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പായില്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയും അവരുടെയൊക്കെ അടുത്ത് മുന്നേ വെച്ച് പറഞ്ഞില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിശ്വസിക്കണോ? ഇനിയിപ്പോൾ പുതിയ കള്ളം എൻ്റെ അടുത്ത് പറയാൻ വന്നു, നിങ്ങൾ കാറിലിരുന്ന് ഉറങ്ങിപ്പോയി, നിങ്ങളെ ആരും എടുത്ത് ബാറിൽ കയറ്റി ഇരുത്തിയെന്നല്ലേ നിങ്ങൾ പുതിയ കള്ളം എൻ്റെ അടുത്ത് പറയാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് രേവതി എടുത്ത് പറയും. രേവതി ഞാൻ പറയുന്നത് നീയെങ്കിലും വിശ്വസിക്കുക, ഞാൻ പറയും സത്യം രേവതി, ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയും. ഞാൻ ഇന്ന് നിനക്കറിയില്ല എന്ന് 500 മാല കെട്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് നിനക്കൊരു ഓർഡർ കിട്ടില്ല, ആൾ വിളിച്ചിട്ട് ഞാനിങ്ങനെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ പോയതാണ് രേവതി എന്ന് പറയും. ഞാനിപ്പം ആളെ വിളിച്ച് നിൻ്റെ കയ്യിൽ തരാമെന്ന് പറയും. രേവതി പറയും വേണ്ടാന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുകയാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങളിനി ആ കാര്യം കൂടി ഇനി വിളിച്ച് ആരുടെ അടുത്ത് ചോദിക്കേണ്ട എന്നുള്ള രീതിയിൽ രേവതി നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. രേവതി ഭയങ്കരമായിട്ട് കരഞ്ഞ് നിൽക്കുന്നൊരു എപ്പിസോഡോടെയാണ് ഇന്നത്തെ കഥ കാണിക്കുന്നത്. ബാക്കി കഥയും ഇന്ന് നാളെ കാണാം.